വോട്ട് ചെയ്തല്ലേ? ആർക്കാ വോട്ട് ചെയ്തേ? സീക്രട്ടാ പറയില്ല. ശബരിനാഥനും ദിവ്യാസ് അയ്യർ വോട്ട് ചെയ്യാൻ വന്നപ്പോ കൂടെ കുഞ്ഞുണ്ടായിരുന്നു. അവനും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ കണ്ടപ്പോ പറഞ്ഞു. ഇത് കണ്ടോ? വോട്ട് ചെയ്തല്ലേ? ആർക്കാ വോട്ട് ചെയ്തേ? സീക്രട്ടാ പറയില്ല. സീക്രട്ടാണെന്ന് പറയാനോന്ന് ആരാ പഠിപ്പിച്ചേ? സീക്രട്ടാണെന്ന് പറയാൻ പഠിപ്പിച്ചു. ടീച്ചർ വല്ലതും ആണോന്ന് ഓർത്ത് ചോദിച്ചോ? പക്ഷെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സീക്രട്ട് ബാലറ്റ് ആണ് വോട്ടിംഗ് എന്നുള്ളത്. എന്ത് താമസിച്ചത് നിങ്ങളൊക്കെ? അല്ല, ഞാൻ പിന്നെ ഇന്ന് 3 മണി വെച്ചാൽ ഞാൻ അവിടത്തെ ഏകദേശം ഇപ്പൊ ഒരു ലീൻ പീരീഡ് അല്ലേ, ആ സമയത്ത് ഞാൻ ഈ ഗ്യാപ്പിൽ അങ്ങ് വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചെനിക്ക് അങ്ങോട്ട് പോകണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് 3 മണിക്ക് വോട്ട് ചെയ്യാം. 2:45 വീട്ടിൽ എത്തി ഇവരെ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് തിരിച്ചിട്ട് അങ്ങോട്ട് പോകണം. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? അതെ അതെ, വല്ലപ്പോഴാണ് കാണുന്നത്, പോലും പാതിരാത്രിയാണ് കാണുന്നത്. ഇപ്പോ രാവിലെ വിടും, പാതിരാത്രി. അതെ 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 അതെ, അത്രേ ഉള്ളൂ. അച്ഛനെ കുറെ ആയിട്ട് മിസ് ചെയ്തോ? അച്ഛൻ മൊത്തം വോട്ട് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോയിരിക്കുമായിരുന്നോ? ഇല്ലേ? കളിക്കാനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ തനിയാണ് കളിക്കുന്നത്. അയ്യോടാ, അമ്മയുടെ കൂടെയാണ് കളിക്കുന്നത്. അപ്പൊ അവര് വോട്ട് ചെയ്ത് കഴിഞ്ഞ് ശാസ്തമംഗലം വാർഡിലായിരുന്നു അവരുടെ വോട്ട്. കവടിയാറാണ് ശബരി മത്സരിക്കുന്നതെങ്കിൽ വോട്ട് ചെയ്തിട്ട് അവർ തിരിച്ചു പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.